ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബീഫ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നോമ്പിൻ്റെ സമയത്തും ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ് ഇത്. അപ്പോൾ ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എണ്ണ വല്ലാണ്ട് ചൂടാവാനായിട്ട് പാടില്ല. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഈ മുളക് പൊടി കരിഞ്ഞു പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ എണ്ണ ഇട്ട് വയ്ക്കുക. ഇനി ഞാനിവിടെ കുറച്ച് ബീഫ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ടുള്ളതാണ്. അത് ചെറിയ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബീഫ് ഫ്രൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേവിച്ച ബീഫ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കണത്. ഇപ്പോൾ ബീഫ് ഇവിടെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. ഇപ്പോൾ ബീഫ് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എണ്ണയിലേക്ക് ഞാനൊരു 2 സവാള ചെറുതാക്കി കൊത്തി എരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറണ വരയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സവാള നന്നായിട്ട് വാടി കുഴയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം ആ രീതിയിൽ സവാള ആയി കിട്ടിയാൽ മതി. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം പോവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഇത് പൊടികൾ പച്ചമണം മാറണ വരയ്ക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ബീഫിലൊക്കെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് കുറച്ച് ബീഫ് വേവിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവാനായിട്ട് ഞാനിതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വന്നിട്ടില്ല. ആ സമയത്ത് ക്യാമറ ഓഫായി പോയിട്ടുണ്ട്. ഞാൻ ബീഫ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ബീഫ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയ്ക്ക് ബീഫ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഞാൻ കുറച്ച് മല്ലിയുടെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. മസാല തണുത്ത് വരട്ടെ. ആ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 240 ml കപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് കപ്പിലാണോ അളവ് എടുക്കുന്നത് അതേ കപ്പ് തന്നെ എല്ലാത്തിനും ഉപയോഗിക്കുക. പിന്നെ 2 കോഴിമുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ പോരായി ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത്. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. പാൻ ഇവിടെ ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. തീ ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ കിടക്കുന്നത്. പാന് ചെറുതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അടിച്ചു വെച്ചിട്ടുള്ള ബാറ്ററിയിൽ നിന്ന് പകുതി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം.
ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇവിടെ ചെറുതായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ പാനിൻ്റെ അടിയിൽ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് നമുക്ക് മസാല ഇതിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ മസാല ഇതുപോലെ നന്നായിട്ട് നിരത്തി വെച്ച് ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു കോട്ടിങ് പോലെ നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഭയങ്കര നല്ല തിക്കിൽ ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. അപ്പോൾ നന്നായിട്ടുണ്ടാവില്ല നമ്മുടെ സ്നാക്ക് കഴിക്കാനായിട്ട്. ചെറിയൊരു കോട്ടിങ് പോലെ മാത്രം നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ബാറ്റർ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് ബീഫ് ഉള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റും ക്യാപ്സിക്കും ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു 15-20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഇത് വെച്ചിട്ട്. ഞാനൊരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇറച്ചി പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം നന്നായിട്ട് ഒരു കളർ വരാനായിട്ട് ഞാനിത് തിരിച്ചിട്ട് കൊടുത്ത് അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണ തടവിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ടൊക്കെ പറ്റും. നല്ല സിമ്പിളായിട്ട് തന്നെ എടുക്കാനായിട്ട് പറ്റും. ഇതൊരു മിനിറ്റ് നമുക്കിതൊന്ന് ഈ ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുക്കായിട്ടുണ്ട്. ജസ്റ്റ് ഒരു നല്ലൊരു കളർ കിട്ടാനായിട്ടാണ്. അപ്പോൾ എനിക്കിതൊരു 20 മിനിറ്റ് കൊണ്ട് ലോ ഫ്ലെയിമിലാണ് ആയി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പാനിനനുസരിച്ചും ബാറ്ററിൻ്റെ തിക്കിനനുസരിച്ചുമാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം ഉണ്ടായിരിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ ഒരു 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.